ഗസയിൽ ഇസ്രായേൽ നിയന്ത്രിക്കുന്ന മഞ്ഞവരയ്ക്കുള്ളിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ ഹമാസ് പോരാളികളെ ആയുധം ഉപേക്ഷിച്ചു പോകാൻ ചർച്ച. 150ഓളം പേരാണ് ഗുഹകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭീഷണി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 10,000-കണക്കിന് ഫലസ്തീനികളുടെ മൃതദേഹമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ലബനോനിലും ആക്രമണം തുടരുകയാണ്. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ഹമാസ് പോരാളികളെയും ഇല്ലാതാക്കാതെ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാതെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ രക്ഷിക്കാനാണ് നിലവിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഹമാസ്? ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ഒരർത്ഥത്തിലും നടപ്പാക്കാനോ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇനിയും നീക്കമുണ്ടായിട്ടില്ല. നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നിർണിതമായിട്ടുള്ള സ്ഥലം ക്രമീകരിച്ചിരുന്നു. അതിന് യെല്ലോ ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ആ സ്ഥലത്തിന് പിറകിലായിക്കൊണ്ടാണ് ഇപ്പോൾ തെക്കൻ ഗസയുടെ ഭാഗമായിട്ടുള്ള റഫയോട് ചേർന്നിട്ടുള്ള തുരങ്കത്തിൽ 150 മുതൽ 200 വരെ ഹമാസ് പോരാളികൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ, ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെയും ഹമാസും വിശദീകരിച്ചിട്ടില്ല. ആ പോരാളികളെ സ്വതന്ത്രമായിട്ട് വിടാൻ ഏറെക്കുറെ ഇസ്രായേൽ അംഗീകരിക്കും. പക്ഷേ അവരുടെ ആയുധങ്ങൾ പൂർണ്ണമായിട്ടും അടിയറ വെച്ചിട്ട് വേണം അവരുടെ സ്വതന്ത്രമാക്കാൻ എന്ന ഒരു നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമേരിക്കയും ഏറെക്കുറെ ഇത് അനുവദിച്ചതായിട്ടാണ്, ഇത്തരമൊരു നീക്കത്തെ, ഈ ഒരു നിർദ്ദേശത്തെ അംഗീകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. കാരണം ഒരു നിലയ്ക്കും ഈ തുരങ്കങ്ങൾ അമർച്ച ചെയ്തുകൊണ്ട് ഫലസ്തീൻ പോരാളികളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുമെന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇന്നും പ്രതിരോധ മന്ത്രി അക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ ഒരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കാര്യങ്ങളെ ഹമാസ് എങ്ങനെയാണ് കാണുന്നത്? അവിടുത്തെ ഇതിൽ ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്, കാരണം ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും, കാരണം ഒക്ടോബർ 10 മുതൽ ഇപ്പോൾ നവംബറിൽ ഈ എത്തി നിൽക്കുന്ന ഈ സമയം വരെയും പ്രായോഗികമായിട്ട് ഈ വെടിനിർത്തലിന്റെ ആ താല്പര്യങ്ങളോട് നീതി പുലർത്താൻ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ തെക്കൻ ഗസക്ക് നേരെയും ഗസ സിറ്റിക്ക് നേരെയും ആക്രമണം വ്യാപകമായി തന്നെ നടന്നു. ഏതാനും പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലേക്ക് അയക്കും നേരത്തെ ഈ കരാറിൽ വ്യക്തമാക്കിയിരുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതോടൊപ്പം തന്നെ കുടിവെള്ളം, താൽക്കാലിക താമസ സംവിധാനങ്ങൾ, മരുന്നുൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അയക്കുന്ന കാര്യത്തിലും ഇസ്രായേൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ട ചർച്ച വളരെ പെട്ടെന്ന് വേണമെന്ന് അമേരിക്ക നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പാകെ ഹമാസ് അറിയിച്ചിരിക്കുന്നത്, കാരണം ഈ ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ച പോലും അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് പിന്നെ മുന്നേറാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആശങ്ക തന്നെയാണ് ഹമാസ് നേതൃത്വം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഈ വെടിനിർത്തൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ്. അതിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിരുന്നു ബന്ദികളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കൈമാറണമെന്ന്. ഇനിയിപ്പോൾ 6 മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് കൈമാറാനുള്ളത്. 20 ജീവനോടെയുള്ള ബന്ദികളെ ഈ വെടിനിർത്തലിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ പിന്നെ അവരെ മോചിപ്പിച്ചു. തുടർന്നുള്ള 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 22 കൈമാറി. ഇനി വെറും 6 മാത്രമാണ് ഉള്ളത്. ഇന്നിപ്പോൾ രാത്രി അരമണിക്കൂർ കൂടി പിന്നിട്ടാൽ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഇസ്ലാമിക് ജിഹാദ് കൈമാറും. തുടർന്ന് വെറും 5 മൃതദേഹങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. അതും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അതും ഇസ്രായേലിന് കൈമാറും. പക്ഷെ അതോടുകൂടി ഇസ്രായേൽ പിൻവാങ്ങുമെന്ന ഒരു പ്രതീക്ഷ പോലും ഹമാസിനോ പലസ്തീൻ നേതൃത്വത്തിനോ ലോകത്തിനോ ഇല്ല. കാരണം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്നുള്ള കാര്യം. അപ്പോൾ മുഴുവൻ ഈ മൃതദേഹങ്ങളും വിട്ടുകൊടുത്തു അല്ലെങ്കിൽ അതിനുശേഷം എന്തായിരിക്കും ഒരു അവസ്ഥ എന്നുള്ള കാര്യം കൂടി, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ നാസർ.
തീർച്ചയായിട്ടും അമൃത, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രതികരണം എന്ന് വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ ഗസയിലേക്ക് വിന്യസിക്കാൻ വളരെ പൊടുന്നനെ തന്നെ അത് നടപ്പാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സംഭവമാണത്. നിരവധി അറബ് രാജ്യങ്ങൾ സേനയെ അയക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ രാജ്യങ്ങൾ എത്ര അളവിലായിരിക്കും സേനയെ വിന്യസിക്കുക എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം ഇനിയും രൂപപ്പെട്ടിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 20,000 സൈനികരെയെങ്കിലും ഗസയിൽ കൊണ്ടുവരിക എന്നതാണ്. പക്ഷേ ഈ കൊണ്ടുവരുന്ന വിദേശ സൈന്യത്തിൻ്റെ അവരുടെ സ്കോപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതി എത്രയായിരിക്കും, അവർക്ക് എത്ര കണ്ട് അവകാശങ്ങൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കും ഇതുവരെയും തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം ട്രംപ് ഭരണകൂടം നൽകിയിട്ടില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു കരട് പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് UN പൊതുസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കാൻ അമേരിക്ക കൈമാറിയിട്ടുണ്ട്. അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളുടെയും പങ്കാളിത്തം ഈ ഒരു സേനയ്ക്ക് വേണമെന്നതാണ്. പക്ഷേ ഇസ്രായേൽ, തുർക്കി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും സേനകളെ ഇതിൽ അനുവദിക്കുകയില്ല എന്നൊരു നിലപാടും കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം കൈവരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് വിദേശ സൈനിക സാന്നിധ്യത്തെ അനുവദിക്കുക. അതും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പുറത്തുള്ള വൻശക്തി രാജ്യങ്ങളുടെയോ മറ്റോ ഒരു സേനയെയും അനുവദിക്കുകയില്ല എന്നൊരു നിലപാടിൽ ഹമാസും ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടൊരു അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കുമ്പോൾ ഹമാസിനെ വിശ്വാസത്തിലെടുക്കാൻ എത്ര കണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് സാധിക്കും? അതല്ല, ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു വിദേശ കൊളോണിയൽ സേനയെ അവിടെ നിലനിർത്തുകയാണോ ഇസ്രായേലും അമേരിക്കയും താല്പര്യമെടുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കും വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും അതെ, ഇതിപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിഭീകരമായ ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നാസർ, നേരത്തെ ഈ സഹായ വിതരണത്തെക്കുറിച്ച് ഒക്കെ പറയുകയുണ്ടായല്ലോ. നമുക്കറിയാം, ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന് പിന്നാലെ ലക്ഷങ്ങളാണ് ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇത്രയും നാൾ മറ്റ് ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ ആളുകൾ തിരിച്ചു വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളുടെ ഒരു സാഹചര്യം നിലവിലിപ്പോൾ എന്താണ് നാസർ? ഈ പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് എങ്കിലും സാധനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോ? വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഗസയിലെ ഈ ജനത, ഏതാണ്ട് 20 ലക്ഷത്തിലധികം വരുന്ന ജനത മുന്നോട്ട് പോകുന്നത്. 2 കൊല്ലത്തെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള യുദ്ധം ഒരു ഭാഗത്ത്, ഇപ്പോൾ പോലും തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ മറുഭാഗത്ത്. ഏതാണ്ട് 81% ഗസയിലെ കെട്ടിടങ്ങളും ഇല്ലാതാക്കിയെന്ന് UN റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ താൽക്കാലിക താമസ സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഈ തകർന്നു വീണ പല കെട്ടിടങ്ങളുടെയും ചേർന്നുകൊണ്ട് ചെറിയ സൗകര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ജനതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഭക്ഷണം, വെള്ളം, മരുന്ന് ഉൾപ്പെടെയുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. നിത്യം 600 ട്രക്കുകൾ അനുവദിക്കുമെന്ന് വ്യക്തമാക്കിയെടുത്ത് ഇപ്പോൾ 100-125 ട്രക്കുകൾ മാത്രമാണ് അനുവദിക്കുന്നത്. അതിൽ തന്നെയും ഈ താൽക്കാലിക താമസ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ നൽകാൻ അനുവദിക്കാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറാവുന്നില്ല. അതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം വലിയ തോതിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 40ഓളം ആശുപത്രികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നിപ്പോൾ 10-12 ആശുപത്രികൾ മാത്രമാണ് പേരിനെങ്കിലും പ്രവർത്തിക്കുന്നത്. അവിടെ പോലും മരുന്നോ മറ്റ് ഉപകരണങ്ങളോ ഇല്ല. ഒരു 15,000 പേരെങ്കിലും അടിയന്തരമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി, വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഗസയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് UN തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലും ഒരു നടപടിയുമായിട്ടില്ല. അതായത് ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ ആ വെടിനിർത്തൽ സമയത്ത്, ആക്രമണ വേളയിൽ മാത്രമല്ല, ഒക്ടോബർ 10 മുതൽ ആരംഭിച്ച ഈ ഇപ്പോൾ തുടരുന്ന ഈ വെടിനിർത്തൽ ഘട്ടത്തിലും ശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് പലസ്തീൻ ജനതയുടെ നോവുകൾ, അവരുടെ ദുരിതങ്ങൾ അറുതിയില്ലാതെ തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഗസ ചിത്രം എന്നത്. അമൃത, ശരി. MCA നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇസ്ലാമോഫോബിയ തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ ശ്രമം ശക്തമാക്കുമെന്ന് കുവൈത്ത്. മതവിദ്വേഷ പ്രവർത്തനം നിരീക്ഷിക്കാൻ UN സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കണമെന്നും UN ജനറൽ അസംബ്ലിയിൽ കുവൈത്ത് പ്രതിനിധി അബീർ അൽ മുസൈൻ ആവശ്യപ്പെട്ടു. മനുഷ്യവൈവിധ്യം വിഭജനമല്ല, ശക്തിയുടെ ഉറവിടമാണെന്നും വ്യത്യാസങ്ങളെ ബഹുമാനിക്കുന്നതാണ് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പാതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന പുരസ്കാരത്തിൽ മന്ത്രി സജി ചെറിയാൻ അപമാനിച്ചു എന്ന് കരുതുന്നില്ല എന്ന് ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയ റാപ്പർ വേടൻ. മന്ത്രി സജി ചെറിയാൻ തനിക്ക് കാരണവരെ പോലെയാണ്. ദോഹയിൽ നടക്കുന്ന വേടൻ ലൈവ് ഷോയുമായി ബന്ധപ്പെട്ട മീഡിയ വണ്ണോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കീഴാളന്റെ പാട്ട് പാടുക, വിശക്കുന്നവന്റെ പാട്ട് പാടുക, ഇത്തരം പാട്ടുകൾ കൂടി ഭയങ്കരമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അവാർഡാണ് ഇത്തവണ കിട്ടിയത്. എന്ത് തരത്തിലുള്ള സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത്.
ഞാൻ ഹാപ്പിയാണ്. പിന്നെ മഞ്ഞുമൽ ബോയ്സിലെ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആ പടം എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ പടത്തിന് 100% നീതി പുലർത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് ആ പാട്ട് കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാരോട്. അപ്പോൾ സന്തോഷത്തിലാണ്. വേടൻ ഇതിൽ ചെറിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും വേടന് പോലും അവാർഡ് കിട്ടി എന്നൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പ്രതികരിച്ചത്. എനിക്ക് തോന്നുന്നില്ല എന്നെ അങ്ങനെ ഒരു രീതിയിൽ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. കാരണം എൻ്റെ ആർട്ടിനെ അംഗീകരിക്കുകയും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒരു കാരണവരാണ്. അപ്പോൾ അതൊരു അനാവശ്യ വിവാദമായിട്ടാണ് എനിക്ക് കരുതാൻ പറ്റുന്നത്. ലീവ് ഇറ്റ്, അത്ര. ഈ അന്തപുരത്തിനൊക്കെ താഴെ ഇറങ്ങി വന്നിട്ടുള്ളപ്പോൾ പാട്ടുകൾ ഉണ്ടാവുന്നു. പൊതുവെ മലയാളത്തിൽ അങ്ങനെയുള്ള പുതിയ പാട്ടുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സിനിമയും ആർട്ടിന്റെ ഫോം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ എന്നെ പോലുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ മേ ബി ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് ഒരു ചലച്ചിത്ര സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് എന്നെ പോലെയുള്ള ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ബൂസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു സിനിമ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു തമിഴ് പടമാണ്, ഗോലിസോഡ എന്ന് പറഞ്ഞിട്ട്. അതിലൊരു പാട്ട് എഴുതി പാടുന്നതിൻ്റെ. പിന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഫോക്കസ് ചെയ്ത് പണിയെടുക്കാനുള്ള പണിയാണ് ചേട്ടാ, കുറേ പണിയുണ്ട്. മീഡിയ വൺ സൂപ്പർ കപ്പ് ഫൈനൽ പോരാട്ടത്തിന് അല്പസമയത്തിനകം റിയാദിൽ തുടക്കമാകും. റോയൽ ഫോക്കസ് ലൈൻ എഫ്സിയും ലാൻറ്റേൺ എഫ്സിയും ഏറ്റുമുട്ടും. കലാശപ്പോരിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. യുവഗായിക ഫാത്തിമയും ഫ്രീ സ്റ്റൈൽ താരം റിസ്വാനും മത്സരത്തിനിടെ പ്രകടനങ്ങൾ നടത്തും. റിയാദ് ദുരത് മലാബ് സ്റ്റേഡിയത്തിൽ നിന്ന് മിഷാൽ ചെർപ്പളശ്ശേരി വിവരങ്ങൾ നൽകും. കഴിഞ്ഞ രണ്ടാഴ്ചയായി റിയാദിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ വൺ സൂപ്പർ കപ്പിന്റെ അവസാന ഫൈനൽ പോരാട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. ലാൻറ്റേൺ എഫ് സിയും അതുപോലെ തന്നെ ഫോക്കസ് ലൈൻ എഫ് സിയുമാണ് ഇന്ന് ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക. ഇന്ത്യൻ സമയം 11:30 ആയിരിക്കും ഫൈനൽ മത്സരങ്ങൾ തുടങ്ങുക. ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ട് വിവിധ കലാ പരിപാടികളും ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഇവിടുത്തെ നൃത്ത അക്കാദമികളുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വളരെ കളർഫുള്ളായിട്ടുള്ള നൃത്തരൂപങ്ങൾ ഇവിടെ അരങ്ങേറും. അതുപോലെ തന്നെ ജൂനിയർ ടീമുകളുടെ ഫൈനൽ മത്സരവും ഇന്നേ ദിവസം അരങ്ങേറും. അതോടൊപ്പം തന്നെ കാണികൾ കാത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട 2 അതിഥികൾ ഇന്നിവിടെ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് യുവഗായിക ഫാത്തിമ ജബ്ബാറാണ്. ഫാത്തിമ ജബ്ബാറിൻ്റെ ഗാനങ്ങൾ ഇവിടെ കേൾക്കാം. അതോടൊപ്പം തന്നെ ഫ്രീ സ്റ്റൈലറായിട്ടുള്ള മുഹമ്മദ് റിസ്വാനും ഇന്നെത്തുന്നുണ്ട്. മുഹമ്മദ് റിസ്വാനിൻ്റെ ആവേശകരമായിട്ടുള്ള പ്രകടനങ്ങളും ഇന്ന് നമുക്ക് ഇവിടെ കാണാം. ഏതാനും സമയങ്ങൾക്കകം തന്നെ ഈ ഫൈനൽ മത്സരങ്ങൾ തുടങ്ങും. മീഡിയ വൺ സൂപ്പർ കപ്പ് ഫൈനൽ മത്സരത്തിൽ അതിഥിയായി ഫ്രീ സ്റ്റൈലർ മുഹമ്മദ് റിസ്വാൻ. മെറ്റയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഫുട്ബോൾ ഇതിഹാസം ബെക്കാമുമായുള്ള കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുകയാണ് താരം. മീഡിയ വൺ സൂപ്പർ കപ്പിന്റെ ഫൈനൽ വേദിയിൽ ഇന്ന് അതിഥിയായി എത്തുക മുഹമ്മദ് റിസ്വാൻ ആയിരിക്കും. ഇപ്പോൾ റിസ്വാൻ എൻ്റെ കൂടെ ഉണ്ട്. റിസ്വാന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ റിസ്വാൻ, സുഖാണോ? സുഖം. ഇപ്പോൾ റിയാദിൽ ആദ്യമായിട്ടാണ് എത്തുന്നത് അല്ലേ? റിയാദിൽ ഫസ്റ്റ് ടൈമാണ്. സൗദിയിൽ ഇതിന്റെ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു? അതെ ജിദ്ദയിൽ. എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത്? ആദ്യമായിട്ട് നല്ലൊരു പെട്ടെന്ന് എത്തിയതല്ലേ. മീഡിയ വണ്ണിന്റെ ഒരു പ്രോഗ്രാമിന് വളരെ സന്തോഷമുണ്ട്. എന്താ പറയാ, സന്തോഷത്തിലാണ്. ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? വലിയ വലിയ അവസരങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഫ്രീ സ്റ്റൈൽ മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരിക? അതല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം? ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ കാണലുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ക്രിയേറ്റീവ് വേറെ വെറൈറ്റി സ്കില്ലുകളൊക്കെ എടുത്ത് പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അത് ഭയങ്കര വൈറലായി. എങ്ങനെയാണ് ഈ ഒരു മേഖല ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത് എവിടുന്നായിരുന്നു? ഇത് ഞാൻ സോൺ ഫ്രീ സ്റ്റൈൽ എന്ന ഒരാളുണ്ട്, വേൾഡിൽ തന്നെ ഫേമസ് ആയ ഒരാളാണ്. അപ്പോൾ അവരുടെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ
ഭയങ്കര ലൈക്കായി. അപ്പോൾ ഞാൻ അതിലൂടെ വെറൈറ്റി സ്കില്ല് ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ വൈറലായി. യെസ്. നമ്മളെ കരുവാരക്കുണ്ട് വാട്ടർഫോൾ മലപ്പുറം ജില്ലയിലെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലൈഫിലെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയ സ്ഥലമാണ്. എന്താണ് ആ ഒരു സ്ഥലത്തിനെ കുറിച്ചും അന്നത്തെ ആ ഒരു സംഗതിയെ കുറിച്ച് പറയാനുള്ളത്? എല്ലാവരും പറയും ആ ഒരു വെള്ളച്ചാട്ടത്തിൽ അടിച്ചിട്ടാണ് ഞാൻ വൈറലായത്, അതിൻ്റെ ശേഷമാണ് ഞാൻ വൈറലായിരുന്നു. ബട്ട് അതിൻ്റെ മുമ്പ് കുറേ ഇങ്ങനത്തെ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് 100 മില്യൺ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കരുവാരക്കുണ്ടേക്ക് വീഡിയോ ചെയ്തതിൻ്റെ ശേഷമാണ് 500 മില്യൺ വ്യൂസ് ആയത്, വേൾഡ് റെക്കോർഡ് ആയത്. അപ്പോൾ അതാണ് എല്ലാവരും ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൻ്റെ മുമ്പും കുറേ വീഡിയോ വൈറലാണ്. ഇപ്പോൾ 600 മില്യണിലധികമായിട്ടാണ് അല്ലേ വ്യൂവർഷിപ്പ് ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വേൾഡ് റെക്കോർഡ് ജെനുവിനായിട്ട് ആ ഒരു റെക്കോർഡിനെ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല ആരും അല്ലേ. അപ്പോൾ മെറ്റ നമ്മളെ ഒരു തവണ ആദരിച്ചു അല്ലേ, പ്രത്യേക ഇൻവിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും രണ്ടാമതും ഇപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കൂടി അല്ലേ, ഇനി തോന്നുന്നു ബെക്കാമിൻ്റെ കൂടെയാണ് അല്ലേ? അത് എവിടെയാണ്? അത് മുംബൈയിൽ വെച്ചിട്ട് അല്ലേ. ഇപ്പോൾ മെസ്സി കോലാഹലങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സി വന്നു, മെസ്സി വരില്ല. പക്ഷെ മെസ്സിനെ നേരിട്ട് കണ്ട ഒരാളാണ് അല്ലേ, അതും പ്രത്യേക ഇൻവിറ്റേഷനോടുകൂടെ. അപ്പോൾ ആ ഒരു സംഗതി എങ്ങനെയായിരുന്നു? അത് ലുലു എക്സ്ചേഞ്ചിൻ്റെ സഹായത്തോടാണ് ഞാൻ അർജന്റീനയിൽ പോകുന്നത്. അവിടെ വെച്ചിട്ട് മെസ്സിൻ്റെ ലാസ്റ്റ് കളി കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മെസ്സി നേരിട്ട് കളി കണ്ട്. അടുത്ത് കണ്ടിരുന്നോ? കുറച്ച് ജസ്റ്റ് അടുത്ത്. സംസാരിക്കാനൊക്കെ പറ്റിയിട്ടില്ല? ഇല്ല. ഇനിയിപ്പോ മുംബൈയിലാണ് പോകാൻ പോണത് അല്ലേ, അവിടെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടോ? അവിടെ ഉണ്ടാവും, അവിടെ എല്ലാ ഇതും ഉണ്ടാവും. ബാക്കി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഫ്രീ സ്റ്റൈലറുടെ? ഫ്രീ സ്റ്റൈലിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ആവണം അങ്ങനത്തെ. എനിക്ക് തോന്നുന്നു റിസ്വാനെ പോലുള്ള ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് വന്ന് കുറച്ച് ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയതോടെ ഒരു പുതിയ തലമുറ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവർക്കുള്ള ഒരു സാധ്യത എന്താണ് ഈ ഒരു മേഖലയിൽ? ഇതിൽ നല്ല സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടാൻ കൂടുതലാണ്. ഇന്ത്യയിലില്ല, ബട്ട് പുറത്തൊക്കെ നല്ലോണം ഫ്രീ സ്റ്റൈലുണ്ട്. ഒരു ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മലയാളി കുട്ടികളോട് അല്ലെങ്കിൽ ആ ഒരു തലമുറയോട് റിസ്വാന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഇത് എല്ലാവർക്കും പ്രൊഫഷണലാക്കാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് ഇത് എന്താ വെച്ചാൽ നമുക്ക് ലഹരികളിലും പല ഇതിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു ഫ്രീ സ്റ്റൈല്. അങ്ങനെ ചെയ്യാം. റിസ്വാന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത്? അക്കാദമികളോ അതല്ലെങ്കിൽ ഇതിന് പ്രത്യേക ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇല്ല, ഇവിടെ ഇന്ത്യയിൽ അതില്ല, പുറത്തതുണ്ട്. പുറത്ത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല അല്ലേ? മീഡിയ 1 സൂപ്പർ കപ്പ് ഫൈനൽ മത്സരത്തിൽ അതിഥിയായി ഫ്രീ സ്റ്റൈലർ മുഹമ്മദ് റിസ്വാൻ അല്പസമയത്തിനകം ഇവിടെ എത്താനിരിക്കുകയാണ്. വിവരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കുവൈത്തിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് വൻ വരവേൽപ്പ്. മൻസൂരിയയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിലെ സ്വീകരണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി UAE-യിലേക്ക് തിരിച്ചു. സലിം കോട്ടയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് മൻസൂറിയ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വീകരണ യോഗം നടക്കുന്നത്. ഞങ്ങൾ മലയാളികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഭയങ്കര ആവശ്യത്തോടു കൂടിയാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നല്ല ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കുവൈറ്റിലേക്ക്. കേരള സംസ്ഥാനത്തിന്റെ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ കുവൈറ്റിലേക്ക് വരുന്നതിന് അതിസ്വാഗതമായി സ്വാഗതം ചെയ്യുന്നു. ആയിരക്കണക്കിന് മലയാളി പ്രവാസികളാണ് മുഖ്യമന്ത്രിയെ കേൾക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. 2 ദിവസ സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മുഖ്യമന്ത്രി കുവൈത്തിലേക്ക് എത്തിയത്. ഈ സന്ദർശന പരിപാടിയുടെ ഭാഗമായി പോയ ഇടങ്ങളിലെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള മലയാളി കൂട്ടായ്മയാണ് കാണാൻ കഴിയും. മുഖ്യമന്ത്രി മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വന്നതിനേക്കാളും വ്യത്യസ്തമായി വലിയ ജനപങ്കാളിത്തത്തോടുകൂടി കുവൈറ്റിലെ എല്ലാ മലയാളികളും ഏറ്റെടുത്ത ഒരു വലിയ സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടന്നത്. എല്ലാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ മലയാളികളുടെ ഒരു പരിചയം തന്നെയായിരുന്നു ഈ പരിപാടി വന്നിരുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് കോഴിക്കോട് കണ്ണൂരൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിലും
ഇങ്ങനെയെങ്കിലും മീഡിയ വഴിയെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് കുവൈത്ത് ആഭ്യന്തരമന്ത്രിയുമായും ധനകാര്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. ജുമേറ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘടനാ നേതാക്കളുമായും വ്യാപാര പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. നിരവധി പ്രവാസി സംഘങ്ങൾ മലബാറിലെ യാത്രാ ദുരിതമടക്കമുള്ള നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. UDF അനുകൂല സംഘടനകൾ മുഖ്യമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനം വഞ്ചനാ ദിനമായാണ് ആചരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഗൾഫ് പര്യടനം നടത്തുന്നതെന്നാണ് UDF സംഘടനകൾ ആരോപിക്കുന്നത്. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. പക്ഷേ മുഖ്യമന്ത്രിൻ്റെ എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് ഗിമുക്കായിട്ട് തന്നെയാണ് നമ്മൾ ഇത് കാണുന്നത്. പ്രവാസ ലോകത്ത് ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കുവൈത്ത് മലയാളീസ്, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലുള്ള ആൾക്കാർ. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ഇപ്പോൾ ഫ്ലൈറ്റ് ഇല്ല, എത്രയോ പ്രാവശ്യമായിട്ട് പറയുന്നു. KMCC, OICC പോലുള്ള UDF അനുകൂല സംഘടനകൾ അണികൾക്ക് വ്യക്തമായ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് റിപ്പോർട്ടുകളുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയോടെ തന്നെ മുഖ്യമന്ത്രി UAE തിരിക്കും. ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ടൂർണമെന്റ് 14 മുതൽ 23 വരെ ഖത്തറിൽ. ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ഖത്തർ ക്രിക്കറ്റ് അസോസിയേഷനുമായി സഹകരിച്ചുള്ള 2020 ടൂർണമെന്റിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളുടെ A ടീമും ഒമാൻ, UAE, ഹോങ്കോങ് അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രധാന ടീമുകളും ഏറ്റുമുട്ടും. ഏഷ്യൻ ടൗണിലെ വെസ്റ്റ് എൻഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പൌരത്വം പിൻവലിച്ച ഉപഭോക്താക്കളുടെ അക്കൌണ്ടുകൾ കുവൈത്ത് മരവിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയം നൽകിയ സമയപരിധിക്ക് മുൻപ് വിലാസം ശരിയാക്കാത്ത അക്കൌണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. കുവൈത്ത് ആനുകൂല്യങ്ങൾ പദ്ധതിയിലെ പ്രത്യേക ആനുകൂല്യങ്ങൾ നിർത്തിവെച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പരിമിത ഇടപാടുകൾക്ക് മാത്രം ഇളവുകൾ. ഒമാനിലെ പ്രവാസികൾക്കായി നിയമപരമായ പദവി ശരിയാക്കുന്നതിനുള്ള ഇളവ് കാലാവധി നീട്ടിയത് പ്രയോജനപ്പെടുത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ്. ഇളവുകൾ നേടാനും പിഴ കുടിശ്ശിക തീർക്കാനുമുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 വരെ മാത്രമാണെന്നും ആരോപി ഓർമ്മിപ്പിച്ചു. ബന്ധപ്പെട്ട എല്ലാ വിദേശ പൌരന്മാരും തൊഴിലുടമകളും അന്തിമ ഗ്രേസ് പീരീഡ് പ്രയോജനപ്പെടുത്തണമെന്നും ആരോപി അറിയിച്ചിട്ടുണ്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ടും വിസ ലേബർ കാർഡ് പുതുക്കാതെ ഒമാനിൽ കഴിയുന്നവർക്ക് വളരെ ആശ്വാസകരമാണ് നിയമം. തൊഴിൽ വിസയിലോ ഫാമിലി വിസയിലോ വിസിറ്റിംഗ് വിസയിലോ ഒമാനിൽ വന്ന് കാലാവധി കഴിഞ്ഞവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനും ഈ അവസരം പ്രയോജനപ്പെടുത്താം. അവസാന തീയതി നീട്ടിയതോടെ ഒമാനിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്ക് 2 രീതിയിൽ പ്രയോജനം ലഭിക്കും. സ്റ്റാറ്റസ് ക്രമപ്പെടുത്തലാണ് ഒന്നാമത്തേത്. ഒമാനിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ താമസ പെർമിറ്റുകൾ പുതുക്കാനോ രാജ്യത്തിനകത്ത് അവരുടെ തൊഴിൽ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിയും. തൊഴിൽ മന്ത്രാലയം പരിശോധിച്ച ശേഷം ഈ വ്യക്തികളെ എൻട്രി, ജോലി സംബന്ധമായ റെസിഡൻസ് പെർമിറ്റുകളുടെ കാലഹരണപ്പെടലുമായി ബന്ധപ്പെട്ട എല്ലാ പിഴകളിൽ നിന്നും ഒഴിവാക്കും. പിഴ കൂടാതെ രാജ്യം വിടാനാകുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രയോജനം. ഒമാനിൽ നിന്ന് സ്ഥിരമായി മടങ്ങാൻ ഉദ്ദേശിക്കുന്ന വിദേശ പൗരന്മാരെ നോൺ വർക്ക് വിസ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടാകുന്ന പിഴകളിൽ നിന്ന് ഒഴിവാക്കും. എന്നാൽ ജോലി സംബന്ധമായ വിസ ഇതിൽപ്പെടില്ല. സമയപരിധി നീട്ടിയത് അവസാന അവസരമാണെന്നും നിയമപരമായ പദവി പരിഹരിക്കേണ്ടവർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും ആരോപി അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ നോർക്ക ഇൻഷുറൻസിൽ പ്രവാസികളുടെ ആശങ്കകൾ എന്തെല്ലാം? പരിഹാരം കാണേണ്ടത് എന്താണ്? ഇന്റർനാഷണൽ ഗാന്ധിയൻ തൊട്ട് ഒമാൻ ചാപ്റ്റർ വൈസ് ചെയർമാനും സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ സച്ചി ഉതുപ്പാൻ പറയുന്നു. വേണമെങ്കിലും അത് അവസാനിപ്പിക്കുന്നതിനും ആ വ്യക്തിക്ക് അതിന് അർഹതയുണ്ട്, അല്ലെങ്കിൽ അതിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡേറ്റ്, ഒരു കാലാവധി വെക്കണം എന്നുള്ളത് വെക്കുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നാട്ടിൽ പെട്ടെന്ന് പോയി ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്വഭാവത്തിലുള്ള ജോലികളിലല്ല അവരാരും ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ പദ്ധതിയിലേക്ക് നാട്ടിലുള്ള ആശുപത്രികളെ ചേർത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഗൾഫിലുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ പ്രവാസികൾക്ക് ഇതിനകത്തുനിന്ന് ഗുണം കിട്ടുകയുള്ളൂ. നമ്മുടെ പ്രവാസികളായിട്ടുള്ളവരുടെ ആരോഗ്യത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാതാപിതാക്കളുടെ ആരോഗ്യവും. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കളെയും ഇതിൽ അടിയന്തരമായിട്ട് ഇതിൽ ചേർക്കണം, അല്ലെങ്കിൽ അവരെ കൂടി ചേർക്കുവാനുള്ള ഒരു പദ്ധതി അങ്ങനെ പുതുക്കി ചേർക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ദമാം ഗ്ലോബൽ സിറ്റിയുടെ ആദ്യഘട്ടം ഈ മാസം അവസാനം പ്രവർത്തനം ആരംഭിക്കും. സിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നതായി പ്രവിശ്യ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ പവലിയനുകളാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുക.
വിനോദവും ടൂറിസവും ലക്ഷ്യമിട്ട് നിർമ്മാണം പൂർത്തിയാക്കി വരുന്ന ദമ്മാമിലെ ഏറ്റവും വലിയ വിനോദ നഗരം ഗ്ലോബൽ സിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നു. ഗ്ലോബൽ സിറ്റിയുടെ ആദ്യഘട്ടം നവംബർ അവസാനത്തോടെ സന്ദർശകർക്കായി തുറക്കും. സിറ്റിയുടെ 1ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ നടന്നുവരുന്നതെന്ന് പ്രവിശ്യ മുനിസിപ്പൽ വക്താവ് ഫൈസൽ അൽ ജഹ്റാനി പറഞ്ഞു. ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിനോദത്തിനും നിക്ഷേപത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് സംരംഭം ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സന്ദർശകരെയും നിക്ഷേപകരെയും ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. പദ്ധതി പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നും മുനിസിപ്പൽ അധികൃതർ വ്യക്തമാക്കി. $600 ദശലക്ഷം റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 200 ദശലക്ഷം റിയാലിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തിയാക്കുക. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ പവലിയനുകൾ, 10,000 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഓപ്പൺ തിയേറ്റർ, തടാകത്തിൽ ഒഴുകുന്ന റെസ്റ്റോറന്റ്, ഇലക്ട്രോണിക് വാട്ടർ ഗെയിമുകൾ എന്നിവ ആദ്യഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ദമ്മാം കത്തീഫ് റോഡിൽ കോർണിഷ് ഏരിയയിൽ സൈഹാത്ത് തടാകത്തോട് ചേർന്നാണ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നൗഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം. ജീവിത പ്രാരാബ്ദങ്ങളെ മറികടന്ന് തന്റേതായൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുകയാണ് മട്ടന്നൂരിലെ സി റഫീഖ്. തൊഴിലാളിയായി പ്രവാസ ജീവിതം തുടങ്ങിയ റഫീഖ് 28 വർഷത്തിനിപ്പുറം ജന്മനാട്ടിലും കർണാടകയിലുമൊക്കെയായി ഒരുപിടി സ്ഥാപനങ്ങളുടെ മേധാവിയാണ്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് രംഗത്ത് മട്ടന്നൂരും കൂർഗിലും പുതിയ പ്രൊജക്ടുകളുടെ ഒരുക്കത്തിലാണ് ഈ 49-കാരൻ. മട്ടന്നൂർ തെരൂർ പാലയോട് സ്വദേശിയായ റഫീഖ് ജീവിതമാർഗം തേടിയാണ് 21-ാം വയസ്സിൽ സൗദിയിലെത്തിയത്. ലേബർ വിസയിൽ പ്രവാസം തുടങ്ങിയ റഫീഖിന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. 6 വർഷം മണരാരണ്യത്തിൽ വിയർപ്പൊഴുക്കിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അൽക്കോബാറിൽ സ്വന്തമായൊരു റെസ്റ്റോറന്റ് റഫീഖ് ആരംഭിച്ചിരുന്നു. നാട്ടിലെത്തിയ റഫീഖ് മട്ടന്നൂരുകാരി ഷഹർബാനുവിനെ ജീവിത സഖിയാക്കി. കുടുംബത്തിനൊപ്പം സൗദിയിലേക്ക് ചേക്കേറിയതോടെ ബിസിനസിന്റെ കൂടുതൽ രംഗങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് കാര്യങ്ങൾ നീക്കിയതോടെ റഫീഖ് എന്ന ബിസിനസ്സുകാരനെ നാടും നാട്ടുകാരും അറിഞ്ഞു. ആദ്യം ഒരു വലിയൊരു വിഷയം നമ്മൾക്ക് ഉണ്ടായില്ല. അത് നമ്മളൊരു ഫാമിലീനെ ഒന്ന് നല്ല രീതിയിലാക്കുക, ഫാമിലിയിലെ പ്രയാസങ്ങൾ മാറ്റുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് അടുത്ത വർഷം തന്നെ ഒരു സ്ഥാപനം, നമ്മുടെ ഇതിൻ്റെ നെസ്മ എന്നുള്ള രീതിയിൽ തന്നെയുള്ളൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി. ആ സ്ഥാപനം ഇപ്പോഴും ഉണ്ട്. നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അവിടെ ദമാം അൽക്കോബാറിൽ ഉള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ അൽക്കോബാറിൽ റെസ്റ്റോറന്റിനു പുറമെ സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ള ഒരുപിടി സ്ഥാപനങ്ങൾ റഫീഖ് സ്വന്തമാക്കി. മംഗലൂരുവിലും ഉപ്പളയിലും വ്യാപാര സമുച്ചയങ്ങൾ പണിത് നാട്ടിലേക്കുള്ള വരവറിയിച്ചതിന് പിന്നാലെ ജന്മനാട്ടിൽ ഈസി ബൈയുടെ ഫ്രാഞ്ചൈസിയും ആരംഭിച്ചതോടെ ആത്മവിശ്വാസം കൂടി. മട്ടന്നൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം കൂടി വന്നതോടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മട്ടന്നൂർ ഇരിട്ടി റോഡിലെ 19-ാം മൈലിൽ 4-സ്റ്റാർ സ്റ്റാറ്റസ് സേവനങ്ങളുമായി നെസ്മ പാലസ് തുറന്നത്. VIP യാത്രക്കാരും വിമാന കമ്പനി ജീവനക്കാരുമടക്കം മട്ടന്നൂരിലെത്തുന്ന ആളുകൾക്ക് ഗുണനിലവാരമുള്ള സേവനം ഉറപ്പുവരുത്തിയ നെസ്മ പാലസ് വളർച്ചയുടെ പടവുകൾ കയറുകയാണിപ്പോൾ. നമ്മൾ സത്യസന്ധമായിട്ട് പോകുന്നുണ്ട്. 100% ആരും വിജയിക്കും. അതിൻ്റെ കൂടെ എഫേർട്ടും കുറച്ച് ഫണ്ടും. നമ്മളിപ്പോൾ അവിടെ ആദ്യം പോയിട്ടൊരു 6 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ആ വരുമ്പം തന്നെ ഏകദേശം ഞാനൊരു ബേസ് ഉണ്ടാക്കിയിരുന്നു. അവിടെ തന്നെ നാട്ടിൽ വരാതെ തന്നെ ഈ 5 വർഷം കൊണ്ട് ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു 3-4 സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ബിസിനസ് സെന്റർ, സ്റ്റാർ ഹോട്ടൽ തുടങ്ങി ഒരുപിടി പദ്ധതികളും ജന്മനാട്ടിൽ റഫീഖ് ഉദ്ദേശിക്കുന്നുണ്ട്. കൂർഗിൽ റിസോർട്ട് അടക്കമുള്ള വമ്പൻ പദ്ധതികളും അധികം വൈകാതെ ആരംഭിക്കും. സ്വപ്നം കണ്ട് പ്രയത്നിച്ചാൽ
ലോകം കീഴടക്കാമെന്നാണ് റഫീഖ് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചത്. മീഡിയ 1 കണ്ണൂർ. തന്റെ എറണാകുളം സ്വദേശിയായ ടി അബ്ദുൽ ഷഹീദ് എഴുതിയ തന്റെ ആദ്യ ഇംഗ്ലീഷ് കവിതാ സമാഹാരം പുറത്തിറക്കാൻ കണ്ണൂരിൽ നിന്നൊരു 10ാം ക്ലാസ്സുകാരി ഷാർജയിലെത്തി. പെരിങ്ങത്തൂർ മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥി ലൈബ സീനത്താണ് മാതാപിതാക്കൾക്കൊപ്പം ഷാർജ പുസ്തകമേളയിലെത്തിയത്. ഞാൻ ഒരിക്കലും എഴുതാൻ ഉദ്ദേശിക്കാത്ത കവിതകൾ എന്നാണ് കവിതാ സമാഹാരത്തിന്റെ പേര്. നിരവധി പുതിയ എഴുത്തുകാരുടെ രചനകൾ വെളിച്ചം കാണുന്ന ഇടം കൂടിയാണ് ഷാർജ പുസ്തകോത്സവം. തൻ്റെ ആദ്യ ഇംഗ്ലീഷ് കവിതാ സമാഹാരം പുറത്തിറക്കാനായി നാട്ടിൽ നിന്ന് ഷാർജയിലെത്തിയിരിക്കുകയാണ് ഒരു പുതിയ എഴുത്തുകാരി. 10ാം ക്ലാസ്സുകാരിയാണ്. എൻ്റെ പേര് ലൈബ സീനത്ത്. ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇത് എൻ്റെ ഫസ്റ്റ് പുസ്തകമാണ്, ദ പോംസ് ഐ നെവർ മെന്റ് ടു റൈറ്റ്. ഈ പുസ്തകത്തിൽ 40 കവിതകളുണ്ട്. ഞാനൊരു 7ാം ക്ലാസ് മുതൽ എഴുതിയ കവിതകളെല്ലാം കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത്. ഒരിക്കലും എഴുതപ്പെടാൻ ഇഷ്ടപ്പെടാത്ത കവിതകൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ എന്തിനാണ് എഴുതിയത്? ഇതിങ്ങനെ എഴുതി പുറത്തു വരുന്ന ഞാനും വിചാരിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു കവിത എഴുതണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയ ആളല്ല. ഇതിങ്ങനെ അവിടെ ഇവിടെയും കുത്തിക്കുറിച്ചിട്ട് കുറച്ച് കവിതകൾ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നവരെ എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ എഴുതാൻ വിചാരിച്ചുകൊണ്ടോ പബ്ലിഷ് ചെയ്യാൻ വിചാരിച്ചുകൊണ്ടോ എഴുതിയതല്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു പേര് കൊടുക്കാമെന്ന് തോന്നി. ആരാണ് ഇത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതിന് ഒരു പ്രചോദനമായത്? പ്രചോദനമായത് എൻ്റെ സ്കൂളിൽ തന്നെയാണ്. എനിക്ക് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഫൈസൽ സാറാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തന്നതും ഇതിന് എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്തതും ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് എല്ലാം ഫൈസൽ സാറാണ്. ഫൈസൽ സാർ സ്കൂളിലെ അധ്യാപകനാണ്. ഫൈസൽ സാർ മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആരെവിടെ ഇത് പ്രകാശനമൊക്കെ നിർവഹിച്ചത്? ഇതിവിടെ പ്രകാശനമൊക്കെ നിർവഹിച്ചത് ലിബി പബ്ലിക്കേഷൻസ് ആണ്. അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കുറേ അധികം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു ഐഡിയ ആയിരുന്നു അത് നമുക്ക് ഷാർജയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത്. ഞങ്ങളിത് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ല ഷാർജ വരെ എത്തുമോ. നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ചെറിയൊരു പരിപാടിയായിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പം അക്ബർ സാറാണ് ഷാർജയിലേക്ക് പോയാലോ എന്ന് ചോദിച്ചതും അന്നേരം നമുക്ക് പിന്നെയും കൂടുതൽ മോട്ടിവേഷൻ കിട്ടിയത്. എന്ത് തോന്നുന്നു ഷാർജ പുസ്തകോത്സവത്തിൽ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ എന്താണ് മോളുടെ ഫീലിംഗ്? സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു. പിന്നെ ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ സെൽഫായിട്ട് നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. പിന്നെ പാരൻസിനും എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇനി അടുത്ത പുസ്തകത്തിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ടോ? അടുത്ത പുസ്തകത്തിന്റെ പണി എന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ ഇവിടെയും കുറച്ച് ഇപ്പോൾ എഴുതുന്നുണ്ട്. എഴുത്തിങ്ങനെ തുടരും. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നോക്കണം. നിരവധി എഴുത്തുകാരാണ്, പുതിയ എഴുത്തുകാരാണ് ഷാർജ പുസ്തകോത്സവത്തിൽ ഇത്തരത്തിൽ തന്നെ തങ്ങളുടെ ആദ്യ രചനകൾ പ്രകാശനം ചെയ്യാനായി എത്തുന്നത്. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. സിനിമാ സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ നാസർ ഇരുമ്പിളിയത്തിന്റെ കവിതാ സമാഹാരം ഷാർജ പുസ്തകമേളയിൽ പുറത്തിറങ്ങി. സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട തുളസിയും മൈലാഞ്ചിയും തനിനിറം വെളിവാക്കുമ്പോൾ എന്ന കവിതയുടെ തലക്കെട്ടാണ് കവിതാ സമാഹാരത്തിനും നൽകിയിരിക്കുന്നത്. അങ്ങനെ തുളസിച്ചെടിയും ആൽമരവും ഹിന്ദുവായി, ഈന്തപ്പനയും മൈലാഞ്ചിച്ചെടിയും മുസ്ലിമുമായി, ആനയും പശുവും ഹൈന്ദവനായപ്പോൾ ആടും പോത്തും മുസൽമാനായി. തുളസിയും മൈലാഞ്ചിയും തനിനിറം വെളിവാക്കുമ്പോൾ എന്ന എൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കവിതയാണത്. ഞാൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഓരോ അടയാളങ്ങളെയും തൻ്റേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെ പറ്റി എൻ്റേതായ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ആരും ആരുടെയും നിറമോ കാലമോ ഒന്നും ആരുടേതുമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കവിത കൊണ്ട് ശ്രമിച്ചിട്ടുള്ളത്. കാക്കയും പരുന്തും ഹിന്ദുവാകും, പ്രാവും അബാബിലും മുസ്ലിം. നക്ഷത്രവും അമ്പിളിക്കലയും ഇസ്ലാമായപ്പോൾ മേഘവും സൂര്യഭഗവാനും ഹിന്ദുവിൽ ചേർന്നു. പടിഞ്ഞാറ് ഇസ്ലാമായാൽ തെക്ക് ഹിന്ദു തന്നെ. കുളം ഹിന്ദുവായി, പുഴ മുസ്ലിമും. ബിരിയാണി മുസ്ലിം, സദ്യ ഹിന്ദു. ഇനി ഈ ആകാശവും ഭൂമിയും വെള്ളവും വെളിച്ചവും കാറ്റും കടലും എപ്പോഴാണാവോ തനിനിറം വെളിവാക്കുന്നത്. 62 കവിതകളാണ് ഇതിലുള്ളത്. ഈ കാലത്തിൻ്റെ അടയാളമാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
50 വർഷത്തിലേറെയായി UAE-യിൽ പ്രവാസിയായ വ്യവസായ പ്രമുഖൻ MV കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ ആത്മകഥ പുറത്തിറങ്ങുന്നു. തടാകം വിജയവഴിയിലെ ഓർമ്മകൾ എന്ന രചന മാധ്യമം ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. പരാജയമാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. പരാജയത്തിൽ കൂടെ അല്ലേ വിജയിക്കാൻ പറ്റുള്ളൂ. UAE രൂപീകരിക്കുന്നതിന് മുമ്പ് 1960കളിൽ പത്തേമാരിയിൽ ഗൾഫിലേക്ക് കടൽ കടന്ന പ്രവാസിയാണ് പ്രശസ്തമായ ജലീൽ ഹോൾഡിംഗിന്റെ സ്ഥാപകൻ MV കുഞ്ഞു മുഹമ്മദ് ഹാജി. റാസൽഹൈമ ഭരണാധികാരിയുടെ വീട്ടിൽ ജോലി ചെയ്ത ശേഷം ദുബൈയിൽ ജലീൽ ട്രേഡേഴ്സ് എന്ന കമ്പനിക്ക് തുടക്കമിട്ടു. കോയമ്പത്തൂരിലെ തടാകം എന്ന സ്ഥലത്ത് പിതാവ് ജോലി ചെയ്തിരുന്നതിനാൽ പിതാവും താനും ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് തന്നെയാണ് പുസ്തകത്തിന് നൽകിയിരിക്കുന്നത്. മലേഷ്യയിലും തമിഴ്നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ അറിയപ്പെടുക ആ സ്ഥലത്തിൻ്റെ പേരിലാണ്. അപ്പോൾ എൻ്റെ ഉപ്പ കച്ചവട സ്ഥലത്തിൻ്റെ പേര് തടാകമാണ്. അപ്പോൾ ഉപ്പാനെ തടാകം എന്ന് വിളിക്കും. അടുത്ത ഉള്ള ഒരാളെ ആ സ്ഥലത്തിൻ്റെ പേര് വിളിക്കും. ചൊക്കമ്പൂർ ആളെ ചൊക്കമ്പൂർ എന്ന് വിളിക്കും. അപ്പോൾ തടാകം എൻ്റെ ഉപ്പാനെ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ചില ആൾക്കാർക്ക് തോന്നി അതൊരു മോശ പേരാണെന്ന്. അപ്പോൾ അത് ആദ്യമായിട്ട് എന്നോട് സംശയം നിൽക്കുന്നത് ഗൾഫാർ മുഹമ്മദിയാണ്. അത് എൻ്റെ പഴയ കാലത്തെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് ഇതൊരു മോശ പേരല്ല, അത് ഇന്ന കാരണമാണ്. അപ്പോൾ അന്ന് മുതൽക്ക് നമ്മൾ തടാകം എന്നുള്ളത് പറയാം. നാളെ അൽക്കൂസ് ക്രെഡൻസ് ഹൈസ്കൂളിലാണ് പ്രകാശന ചടങ്ങ്. തടാകം ഫൗണ്ടേഷന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ഇതോടൊപ്പം നടക്കും. UAE-യിലെ ഗ്രോസറി, റെസ്റ്റോറന്റ്, കഫ്തീരിയ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ കുടുംബത്തിലെ 30 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ വർഷം മുതൽ UAE-യിലെ മികച്ച അധ്യാപകർക്ക് MSSന്റെ സഹകരണത്തോടെ ഫൗണ്ടേഷൻ അവാർഡും ഏർപ്പെടുത്തും. ജലീൽ ഹോൾഡിംഗ് ഡയറക്ടർ ഡോക്ടർ സാക്കിർ K. മുഹമ്മദ്, MSS ചെയർമാൻ ഫയാസ് അഹമ്മദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. എറണാകുളം സ്വദേശിയായ ടി. അബ്ദുൽ ഷഹീദ് എഴുതിയ ആത്മവിശ്വാസത്തിന്റെ വിജയഗാഥ എന്ന രചന ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. സൗദിയിലും UAE-യിലുമായി 3 പതിറ്റാണ്ട് നീണ്ട പ്രവാസത്തിന്റെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് ഈ പുസ്തകം. ഉമ്മാക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹം വന്നത്. ഉമ്മയുടെ പൊരുത്തമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയത്തിനും കാരണം. ഞാൻ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി ഓർമ്മിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആത്മകഥയാണ്. ചെറുപ്രായത്തിൽ ഞാൻ പാസഞ്ചർ കപ്പലിൽ സൗദി അറേബ്യയിൽ ബോംബെയിൽ നിന്ന് ദമാമിലേക്ക് പോവുകയായിരുന്നു. അതായിരുന്നു എൻ്റെ തുടക്കം. ഇതിൽ നല്ല മോട്ടിവേറ്റിംഗ് മെസ്സേജസ് ഉണ്ട് യങ് ജനറേഷൻ, എസ്പെഷ്യലി പ്രവാസികൾക്ക്. പ്രവാസി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും എങ്ങനെയാണ് ജീവിതത്തിൽ സക്സസ് ആവാനുള്ള മോട്ടിവേഷൻ നമ്മൾ നേടിയെടുക്കേണ്ടതുള്ള എൻ്റെ പരിചയത്തിലൂടെ, എൻ്റെ ജീവിത പരിചയത്തിലൂടെ ഞാനിതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വായനക്കാർക്ക് അത് വളരെ നല്ല പ്രചോദനം, വളരെ നല്ല ഉപകാരം ഉണ്ടാവും. എല്ലാവരും വായിക്കണമെന്ന് സാദരം അപേക്ഷിക്കുന്നു. സൗദിയിൽ 18ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിടാനൊരുങ്ങി ഹൈപ്പർ നെസ്റ്റോ. ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കുന്ന പ്രമോഷനുകൾ ഈ മാസം 9 ആരംഭിക്കും. ഡിസംബർ അവസാനം വരെയായിരിക്കും തുടരുക. 18 വർഷങ്ങൾക്ക് മുമ്പ് റിയാദിലെ ബഥലാണ് നെസ്റ്റോയുടെ സൗദിയിലെ തുടക്കം. നിലവിൽ 15 ഔട്ട്ലെറ്റുകളുണ്ട് ഗ്രൂപ്പിന്. ഈ കാലയളവിൽ സാധാരണക്കാരന്റെ ബ്രാൻഡായി വളരാനും നെസ്റ്റോയ്ക്കായി 18ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രൊമോഷൻ സെയിൽ ഒരുക്കുന്നത്. ഈ മാസം 9 ആരംഭിക്കുക. ഡിസംബർ അവസാനം വരെ വിവിധ ഓഫറുകൾ ലഭ്യമാകും. 224 ഫ്രീ ട്രോളി, ഹവലി ഡീൽസ്, സ്റ്റോർ ഇവന്റ്സ് എന്നിവ ഈ മാസം 12 വരെ തുടരും. സൂപ്പർ മാർക്കറ്റ്, ഫ്രഷ്, ഇലക്ട്രോണിക്സ്, മൊബൈൽസ്, സ്റ്റേഷനറീസ്, ഗാർമെന്റ്സ് തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വിവിധ ഓഫറുകൾ ഡിസംബർ അവസാനം വരെ തുടരും. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ ഹെഡ് ഫഹദ് തോട്ടശ്ശേരി, ഹെഡ് ഓഫ് സൂപ്പർ മാർക്കറ്റ് റിയാസ് കാവുങ്ങൽ, മാർക്കറ്റിംഗ് ഡയറക്ടർ ഫഹദ് മേയോൺ, ക്രിയേറ്റീവ് ഹെഡ് റയീസ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്. ഇടവേള. ABC Cargo and Courier, #1 in GCC. KP Chai, blending happiness. It's a garbage avalanche. Fighter Cressa on the job. Trying harder, louder, sadder. Fighter Cressa now must stop. Fear not. Bring in the hot pack garbage bag. Durable,
tear resistant, OXO biodegradable. A garbage bag you just don't have to drag. Hot Pack, we never let you down. ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8-ന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അംഗം തുടങ്ങി ജനമനസ്സറിഞ്ഞ് അടിയൊഴുക്കുകൾ അളന്ന് People of Bihar, they have suffered a lot. भारत को सजा करके रखा है. Looking for change. NDA सरकार बनने जा रही है. We are very confident. The wind of change. ബീഹാറിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് മീഡിയ വൺ. 3 കോടിയിലധികം പേരും സംസ്ഥാനത്തിന് പുറത്ത് തൊഴിലെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ആരുടെ പ്രഖ്യാപനങ്ങളാണ് വോട്ടർമാരെ സ്വാധീനിക്കുക എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. പട്ന യുദ്ധം. മീഡിയ വൺ, ദ ഇലക്ഷൻ എക്സ്പേർട്ട്. ഖത്തർ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക വിഭാഗമായ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രവാസികൾക്കായി നൃത്ത ഗാന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ICC സ്റ്റാർ സിംഗർ, സൂപ്പർ ഡാൻസർ എന്നീ പേരിലാണ് മത്സരങ്ങൾ. വിവിധ ഘട്ടങ്ങളിലായാണ് പരിപാടി അരങ്ങേറുക. ഫിനാലെയുടെ ഭാഗമായി ലൈവ് മ്യൂസിക് ഷോയും അരങ്ങേറും. ICC സ്റ്റാർ സിംഗർ മത്സരത്തിൽ 14 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള പ്രവാസി ഗായകർക്ക് പങ്കെടുക്കാം. ജേതാവിന് 7500 റിയാലാണ് സമ്മാനം. രണ്ടാം സ്ഥാനക്കാർക്ക് 5000-ഉം മൂന്നാം സ്ഥാനക്കാർക്ക് 2500 റിയാൽ വീതം ലഭിക്കും. രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് ഓഡിഷൻ റൗണ്ടിലൂടെ 40 പേരെയാണ് അവസാന റൗണ്ടുകളിലേക്ക് തിരഞ്ഞെടുക്കുക. സിനിമാറ്റിക് ഗാനങ്ങളിലായിരിക്കും ഡാൻസ് മത്സരം. 12 മുതൽ 45 വരെ പ്രായക്കാർക്ക് പങ്കെടുക്കാം. ഒന്നാം സ്ഥാനക്കാർക്ക് 10000 റിയാൽ സമ്മാനമായി ലഭിക്കും. 2-3 സ്ഥാനക്കാർക്ക് യഥാക്രമം 5000, 2500 റിയാൽ വീതം. വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. 100 റിയാലാണ് 2 മത്സരങ്ങളിലെയും രജിസ്ട്രേഷൻ ഫീ. പ്രവാസി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് മത്സരങ്ങളെന്ന് സംഘാടകർ പറഞ്ഞു. ICC ഇന്ത്യൻ കൾച്ചർ സെൻറ്റർ ഒരു വിൻ്റർ ഫെസ്റ്റിവൽ എല്ലാ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതിനകത്ത് 3 ഈവൻറ്റ്സാണ് മെയിനായിട്ടുള്ളത്. ആദ്യത്തെ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ICC സ്റ്റാർ സിംഗർ. രണ്ടാമത്തെ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ICC സൂപ്പർ ഡാൻസേഴ്സ്. അപ്പോൾ ഈ കോമ്പറ്റീഷനുള്ള ഫ്ലയറും രജിസ്ട്രേഷൻ ഫോംസും ഒക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും പബ്ലിക്കിന് വേണ്ടി. രജിസ്റ്റർ ചെയ്യുക, എല്ലാവരും അതിൽ പങ്കാളികളാകുക. ICC നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ശന്തനു ദേശ്പാണ്ഡെ, PN ബാബുരാജൻ, എബ്രഹാം K ജോസഫ്, പ്രദീപ് പിള്ള, അഫ്സൽ അബ്ദുൽ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ വൺ, ദോഹ. കുവൈത്ത് ഇൻഷുറൻസ് കമ്പനി പൗരന്മാർക്കും പ്രവാസികൾക്കും സൗജന്യ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആക്ടിവേഷൻ സേവനം പ്രഖ്യാപിച്ചു. എല്ലാ ഉപഭോക്താക്കൾക്കും ഔദ്യോഗിക സമയങ്ങളിൽ കമ്പനിയുടെ പ്രധാന ഓഫീസിലെത്തിയാൽ സേവനം ലഭിക്കും. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തിറക്കിയ കുവൈത്ത് മൊബൈൽ ID ആപ്പ് വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. മൊബൈൽ ഫോൺ വഴി എളുപ്പവും സുരക്ഷിതമായും ഇടപാടുകൾ പൂർത്തിയാക്കാൻ ഇതിലൂടെ സാധിക്കും. രേഖകളിലും കരാറുകളിലും ഇലക്ട്രോണിക് ഒപ്പ് നൽകാനാകുന്ന ഈ സംവിധാനം സർക്കാർ സുരക്ഷാ സംവിധാനത്താൽ സംരക്ഷിതമാണ്. കുവൈത്ത് നിയമപ്രകാരം ഇത് കൈയെഴുത്തൊപ്പിനോട് തുല്യമായ നിയമസാധുതയുള്ളതും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും അംഗീകരിക്കപ്പെട്ടതുമാണ്. സൗദിയിലെ മലയാളി ബിസിനസ് സംരംഭകർക്കായി ജിദ്ദയിലെ ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പിന് കീഴിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ബിസിനസ് മേഖലയിലെ നൂതന മാറ്റങ്ങളും ട്രെൻഡും പരിചയപ്പെടുത്തുന്നതാകും കോൺക്ലേവ്. ഈ മാസം 29-ന് വൊക്കോ ഹോട്ടലിൽ വൈകിട്ട് 6 മുതൽ ബിസിനസ് സമൂഹത്തിന്റെ സംഗമത്തിന് തുടക്കമാകും. അതിവേഗം പുരോഗമിക്കുന്ന ബിസിനസ് മാറ്റങ്ങളെ മലയാളി വ്യവസായ സംരംഭകർക്ക് പരിചയപ്പെടുത്തുന്നതാവും കോൺക്ലേവ്. സിജി ജിദ്ദ ചാപ്റ്ററിന് കീഴിലെ ബിസിനസ് ഇനിഷ്യേറ്റീവ് ഗ്രൂപ്പ് അഥവാ ബിഗ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഇന്റർനെറ്റ് 99% ഇന്റർനെറ്റ് പെനിട്രേഷൻ ആണ് സൗദി അറേബ്യയിൽ. 78% 5G ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത്രയും ഡെവലപ്പ് ചെയ്ത സൗദി അറേബ്യയിൽ നമ്മൾ ഒരു സർവേ നടത്തിയപ്പോൾ 10% ആൾക്കാരെ നമ്മളെ മലയാളി സംരംഭകരെ മലയാളി ബിസിനസ് കമ്മ്യൂണിറ്റി അത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റോർ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ മലയാളി ബിസിനസ് കമ്മ്യൂണിറ്റി ഇത് മാക്സിമം യൂട്ടിലൈസ് അവരുടെ ഡിജിറ്റൽ പ്രസൻസ് വഴിയും അവരുടെ ബിസിനസ്സിനെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്റ്റോർ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ ബിഗ് മെമ്പർ തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്.
തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി വിൽ ബി ഗിവിംഗ് ഇറ്റ് ടു ദ പബ്ലിക് ഓൾസോ. ബിസിനസ് മേഖലയിലെ ഡിജിറ്റലൈസേഷൻ, ഇ കൊമേഴ്സ് വളർച്ച, AI ബിസിനസ്സിൽ സൃഷ്ടിക്കുന്ന അവസരങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ചയാവും. ഇന്ററാക്റ്റീവ് പാനൽ ചർച്ചകൾ, ചോദ്യോത്തര സെഷനുകൾ, ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നിവയും പരിപാടിയുടെ ഭാഗമാകും. അപ്പോൾ ഈ പ്രോഗ്രാം ശരിക്കും ഒരു നെറ്റ്വർക്കിംഗ് കൂടിയാണ്. ബിസിനസ്സുകാർ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 200ഓളം ബിസിനസ് ആൾക്കാരെയാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. AI വിദഗ്ധനും എടാപ്പത്ത് കേരള CEO ഉമർ അബ്ദുസലാം, സൗദി അൽജസീറ ബാങ്കിലെ ഹെഡ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫീസറായ സാജിദ് പാറക്കൽ എന്നിവർ സെഷനുകൾ അവതരിപ്പിക്കും. 05-04-33-1671 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. സിജി ജിദ്ദ ചാപ്റ്റർ ചെയർമാൻ എഞ്ചിനീയർ മുഹമ്മദ് കുഞ്ഞി, എഞ്ചിനീയർ മുഹമ്മദ് ബൈജു, KM റിയാസ്, അഷ്റഫ് കുന്നത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു. മീഡിയ 1 ജിദ്ദ. അബുദാബിയിലെ ഷഹാമയിൽ ഇന്ന് മുതൽ പെയ്ഡ് പാർക്കിംഗ് നിലവിൽ വന്നു. മണിക്കൂറിന് 2 ദിർഹമാണ് പാർക്കിംഗ് ഫീസ്. ന്യൂ ഷഹാമ, ഓൾഡ് ഷഹാമ എന്നിവിടങ്ങളിൽ 3704 പാർക്കിംഗ് സ്ഥലത്താണ് ഫീസ് ഏർപ്പെടുത്തിയത്. പാർക്കിംഗ് സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കായി 40 പാർക്കിംഗ് സ്പേസുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ നടക്കുന്ന അണ്ടർ 17 ഫിഫ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ജയം. ഹൈത്തിയെ 1-നെതിരെ 8 ഗോളിനാണ് ഇംഗ്ലണ്ട് കെട്ടുകെട്ടിച്ചത്. ജർമ്മനി വീണ്ടും സമനിലയിൽ കുരുങ്ങി. നോർത്ത് കൊറിയയാണ് നിലവിലെ ചാമ്പ്യന്മാരെ സമനിലയിൽ കുരുക്കിയത്. ഈജിപ്തും വെനസ്വേലയും തമ്മിലുള്ള മത്സരവും ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. സ്വിറ്റ്സർലൻഡ് സൗത്ത് കൊറിയ മത്സരവും സമനിലയിലാണ്. കരുത്തരായ ബ്രസീൽ എതിരില്ലാത്ത 4 ഗോളിന് ഇന്തോനേഷ്യയെ തകർത്തു. ഫിഫ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സൗദി താരമായി സാലിം അൽ ദോസരി. ദി ബെസ്റ്റ് ഫിഫ ഫുട്ബോളർ അവാർഡ്സ് 2025-നാണ് താരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. അറ്റാക്കർ നോമിനീസ് പട്ടികയിലാണ് ഇടം. ഏഷ്യയിലെ മികച്ച താരമായി സാലിം നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വൻകരയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം 2ാം തവണയായിരുന്നു സൗദി നാഷണൽ ഫുട്ബോൾ ടീം നായകൻ സ്വന്തമാക്കിയത്. റിയാദിൽ നടന്ന ചടങ്ങിൽ ഖത്തറിന്റെ അക്രം അഫീഫിനെയും മലേഷ്യയുടെ ആരിഫ് ഐമാനെയും മറികടന്നാണ് ദോസരി നേട്ടം കൈവരിച്ചത്. അൽ ഹിലാലിലും സൗദി നാഷണൽ ടീമിലും നടത്തിയ മികച്ച പ്രകടനത്തിനാണ് താരത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 2022-ലാണ് ദോസരി ആദ്യമായി പുരസ്കാരത്തിന് അർഹനായത്. സൗദിയിലെ ജിദ്ദയിൽ 21ാമത് സിഫ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. 3 ഡിവിഷനുകളിലായി 27 ടീമുകൾ ഏറ്റുമുട്ടുന്ന മത്സരങ്ങൾ 11 ആഴ്ച നീണ്ടുനിൽക്കും. വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഘോഷയാത്രയുടെ ഭാഗമായി. ജാമിയ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സാബിൻ FC-യും യാൻബു FC-യും തമ്മിലുള്ള A ഡിവിഷനിലെ ആദ്യ മത്സരം അല്പസമയത്തിനകം. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഹൃദയാഘാതത്തെ തുടർന്ന് സൗദിയിലെ നെയ്യാറ്റിൻകര സ്വദേശി മരിച്ചു. അരുൺകുമാർ മരിച്ചത് മാരത്തൺ മത്സരത്തിന്റെ പ്രാക്ടീസിനിടെ. റിയാദിലെ സാംസ്കാരിക കൂട്ടായ്മ വി ദ പീപ്പിളിന്റെ 1ാം വാർഷികാഘോഷം സാഹിത്യകാരൻ ജോസഫ് അതിരുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാഹിത്യ സദസ്സും കേരളപ്പിറവി ദിനാഘോഷങ്ങളും. ദാമാമിൽ നിന്ന് ലണ്ടനിലേക്ക് നേരിട്ട് വിമാന സർവീസ്. ആഴ്ചയിൽ 3 വിമാനം. UAE ടാക്സി നിരക്ക് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ. 1 കിലോമീറ്റർ യാത്രയുടെ ശരാശരി ചെലവ് 2.5 ദിർഹം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ തൃശൂർ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. കണ്ണൂരിനായി മുഹമ്മദ് സിനാനും തൃശൂരിനായി ബിബിൻ അജയനും വലകുലുക്കി. ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലാണ് തൃശൂർ സമനില നേടിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂരിൽ നടന്ന ആദ്യ മത്സരം തൃശ്ശൂരും കണ്ണൂരും തമ്മിൽ ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. 2 ടീമുകളും തുടക്കത്തിൽ ആക്രമിച്ച് കളിക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ കണ്ണൂരിന്റെ പൊടുന്നനെയുള്ള നീക്കങ്ങളാണ് ഗെയിമിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ആദ്യ പകുതിയുടെ ഒരു 20-25 മിനിറ്റൊക്കെ കണ്ണൂരിന്റെ നിരന്തരമായ ആക്രമണങ്ങളായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് അസിയർ ഗോമസ് ആയിരുന്നു. ഒരറ്റത്ത് അസിയർ ഗോമസും എബിൻ ദാസും വലതു വിങ്ങിൽ സിനാനുമായിരുന്നു. പക്ഷേ സിനാൻ
മുഹമ്മദ് സിനാൻ ഇടയ്ക്ക് വിങ് ഒന്ന് മാറി കുറെ കൂടി സെന്ററിലേക്ക് വന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പ്രത്യേകിച്ച് വലിയ ചാൻസുകളൊന്നും ഇരു ടീമുകൾക്കും വന്നില്ല. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിലേക്ക് എത്തുമ്പോൾ കളിയുടെ ഗതി ആകെ മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. കണ്ണൂരിന്റെ ആക്രമണങ്ങൾ, തുടർച്ചയായ ആക്രമണങ്ങൾ നമ്മൾ കണ്ടു. 57-ാം മിനിറ്റിൽ മുഹമ്മദ് സിനാന്റെ ഗോളാണ് കണ്ണൂരിനെ മുന്നിലേക്ക് എത്തിച്ചത്. തൃശൂർ താരത്തിന്റെ ഒരു മിസ് പാസ്, തൃശൂർ താരത്തിന്റെ കാലിൽ നിന്ന് വന്ന ഒരു മിസ് പാസ്, അത് സർദിനാരോ പിടിച്ചെടുക്കുന്നു. സർദിനാരോ വലത് വിങ്ങിലേക്ക് ആ പന്ത് നൽകുന്നു. വലത് വിങ്ങിൽ കാത്തുനിന്ന മുഹമ്മദ് സിനാൻ ആ പന്ത് കൈക്കലാക്കി നേരെ കമാലുദ്ദീനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായൊരു ഷോട്ടിലൂടെ ഗോൾ നേടുന്നു. പിന്നീട് 57-ാം മിനിറ്റിൽ ആ ഗോൾ നേടിയ ശേഷം 90 മിനിറ്റ് വരെ പൊരുതി കളിച്ചു. പ്രതിരോധത്തിനൂന്നിയും തിരിച്ചടിച്ച് ആക്രമണത്തിലുമൊക്കെ കണ്ണൂരും തൃശ്ശൂരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. 7 മിനിറ്റാണ് ഇഞ്ചുറി ടൈം വന്നത്. പക്ഷേ ഇഞ്ചുറി ടൈമിന്റെ തുടക്കത്തിൽ തന്നെ മാർക്കോവിച്ച് ഒരു ഗോൾ വലയിലെത്തിച്ചു, ഒരു പന്ത് വലയിലെത്തിച്ചിരുന്നു. അത് പക്ഷേ ഓഫ് സൈഡായി റഫറി വിളിക്കുകയും ചെയ്തു. കളി അവസാനിക്കാൻ ഒരു പക്ഷേ റഫറി വിസിൽ ഊതാൻ അവസാന നിമിഷം വിസിലെടുത്ത് കയ്യിൽ വെച്ചു എന്ന് പറയാം. ആ സമയത്താണ് തൃശ്ശൂരിന്റെ മറുപടി ഗോൾ വന്നത്. ആ മറുപടി ഗോൾ എന്ന് പറയുന്നത് മനോഹരമായ ഒരു ക്രോസ് ആയിരുന്നു. അഫ്സലിന്റെ ഒരു ക്രോസ്. ആ ക്രോസ് മാർക്കോവിച്ചിന്റെ തലയിലേക്ക് വരുന്നു. മാർക്കോവിച്ച് അത് തല കൊണ്ട് നേരെ ചെത്തു മിനുക്കി ബിബിൻ അജയന് നൽകുന്നു. ബിബിൻ അജയൻ അത് കൃത്യമായി തലയിലെടുത്ത് ഉബൈദിനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ ഗോൾ നേടുന്നു. 1-1 എന്ന രീതിയിലേക്ക് പോകുന്നു. തീർത്തും ആവേശകരമായ ഒരു മത്സരം സമനിലയിൽ പിരിഞ്ഞു. പക്ഷേ ഇന്ന് എടുത്തു പറയേണ്ടത് കണ്ണൂരിലെ കാണികളെ കുറിച്ചാണ്. കണ്ണൂരിലെ കാണികൾ ഈ സ്റ്റേഡിയത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നത്, ഒരു മത്സരം വരുന്നത്. നിറഞ്ഞു കവിഞ്ഞു ജവഹർ സ്റ്റേഡിയത്തിലെ ഈ ഗാലറി എന്ന് പറയുന്നത്. ഇരു കൈയും നീട്ടിയാണ് സൂപ്പർ ലീഗിനെ കണ്ണൂരിലെ ഫുട്ബോൾ ആരാധകർ സ്വീകരിച്ചത്. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1. സൗദിയിലെ പ്രമുഖ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഗ്രൂപ്പായ അൽമദീന ട്രേഡിംഗ് കമ്പനി ദാമാം വിപുലമായ പരിപാടികളോടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ മത്സരത്തിലെ വിജയികളുടെ തെരഞ്ഞെടുപ്പ് നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക വിലക്കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കൻ സൗദിയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ അൽമദീന ട്രേഡിംഗ്സ് കമ്പനി 7ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറി. സ്വദേശികളും വിദേശികളുമായ നിരവധി പേർ പങ്കെടുത്തു. ലക്കി ഡ്രോ മത്സരം, ഫുഡ് സാമ്പിളിംഗ്, മെഹന്തി ഡിസൈനിംഗ്, കേക്ക് കട്ടിംഗ് എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി. ലക്കി ഡ്രോ മത്സരത്തിൽ 1ാം സമ്മാനമായി ചെങ്കൻ കാറും 2-3 സമ്മാനമായി iPhone 17, 16 സീരീസ് പ്രോ മാക്സുകളും വിതരണം ചെയ്തു. പ്രോത്സാഹന സമ്മാനങ്ങളായി LED ടെലിവിഷനുകളുടെ വിതരണവും നടത്തി. നമ്മൾ 7 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് 7 വർഷം മുതൽ ഇതുവരെ ഇവിടുത്തെ നമ്മുടെ കസ്റ്റമറിൻ്റെയും അതുപോലെ നമ്മുടെ സ്റ്റാഫിൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടി വലിയ വിജയത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഷോപ്പ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഏകദേശം ഈ ഒരു കിഴക്കൻ പ്രവിശ്യയിലുള്ള വക്കാല, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, ബൂഫിയ, അതുപോലെ കേറ്ററിംഗ് സർവീസുകൾ എന്നിത്യാദി എല്ലാ മേഖലയിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക വിലക്കിഴിവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ 7ാമത്തെ ആനിവേഴ്സറിയിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് വലിയ രീതിയിലുള്ള ലക്കി ഡ്രോ കൂപ്പണുകളും സമ്മാനങ്ങളുമാണ് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ പരിസമാപ്തി കുറിച്ചിട്ടുണ്ട്. അതിൽ 1ാം സമ്മാനമായി നമ്മൾ കൊടുത്തത് സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാറാണ്. മാത്രമല്ല നിരവധി ഐഫോണുകളും ടിവികളുമെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾ അറിയിക്കുന്നു. കമ്പനി മാനേജ്മെന്റ് അംഗങ്ങളായ ചെയർമാൻ ഉമ്മർ വളപ്പിൽ, ഡയറക്ടർ മുഹമ്മദ് വളപ്പിൽ, ലീഗൽ ആൻഡ് HR അഡ്മിൻ വിഭാഗം വദിയ, ഓപ്പറേഷൻ മാനേജർ നൌഫൽ പൂവക്കുറിശി, ഫിനാൻസ് മാനേജർ രാജു KR പിള്ള, ജനറൽ മാനേജർമാരായ അഹമ്മദ് വളപ്പിൽ, ഇർഫാൻ വളപ്പിൽ എന്നിവരും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിച്ചു. മീഡിയ 1, ദമ്മാം.